ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഞാൻ ബിഗിനേഴ്സിന് പറ്റിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ റെഡിമെയ്ഡ് നൈറ്റിയാണ് കേട്ടോ. റെഡിമെയ്ഡ് നൈറ്റി മേടിച്ചിട്ട് അതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒട്ടുമിക്ക പേർക്കും ഷേപ്പ് എങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ നൈറ്റി ആണെങ്കിലും നമ്മുടെ ടോപ്പ് ആണെങ്കിലും കേട്ടോ, ചുരിദാറിൻ്റെ ടോപ്പുകളാണെങ്കിലും എല്ലാം എങ്ങനെയാണ് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല വശമാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ റോങ് സൈഡ് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് രണ്ടായിട്ട് മടക്കി എടുക്കണം കേട്ടോ. ഷോൾഡറിൻ്റെ രണ്ട് ഷോൾഡർ ഉണ്ടല്ലോ, രണ്ട് ഷോൾഡറോട് പിടിച്ചിട്ട് നമുക്കൊന്ന് രണ്ടാക്കി മടക്കി എടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടാക്കി മടക്കി എടുക്കുമ്പോൾ നമ്മൾ തച്ചിട്ട് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കി ഇടുമല്ലോ, അതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. അത് നാലായിട്ട് കിട്ടും നമുക്ക്. ഷോൾഡർ രണ്ടോട് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കറക്റ്റിന് മടക്കി ഇടുക കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ കറക്റ്റിന് മടക്കി ഇടുക. അപ്പോൾ ചുളിവും കാര്യമൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും ചുളുങ്ങിയൊക്കെ ഇരിപ്പുണ്ടോ എല്ലാം കൃത്യമായിട്ട് നോക്കിക്കോണം കേട്ടോ. അങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ഫസ്റ്റിൽ ചെസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ആം ഹോൾ കണ്ടോ, നമ്മൾ ആ ഒരു സ്ലീവ് ജോയിൻ ചെയ്തതിന് കറക്റ്റ് താഴെ ആ ഒരു കറക്റ്റ് ലൈൻ താഴെ ഇരിക്കണം കേട്ടോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എനിക്ക് ചെസ്റ്റ് റൗണ്ടിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. 10.5 ഇഞ്ചായിരുന്നു വേണ്ടത്. അപ്പോൾ എനിക്ക് അവിടെ വ്യത്യാസമൊന്നുമില്ല. കാരണം 40 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പം 40ൻ്റെ 4 വരും 10 ആണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് കൂട്ടി 10.5 കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ വേസ്റ്റ് റൗണ്ട് ഞാൻ 14 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് 14 ഇഞ്ച് അളന്നെടുത്തു. എന്നിട്ട് അവിടെ ഞാൻ ചെറിയൊരു വ്യത്യാസം എനിക്കുണ്ട് കേട്ടോ. ശകല വ്യത്യാസം എനിക്കുള്ളൂ. എനിക്കൊരു 9.5 മതിയായിരുന്നു. എനിക്ക് 9 കേട്ടോ. 36 വേസ്റ്റ് റൗണ്ട്. അപ്പോൾ 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചോട് കൂട്ടിയിട്ട് 9.5 കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ നിന്ന് മാർക്ക് ചെയ്യുക. കുറച്ചുണ്ട് കേട്ടോ അത്. അതിനുശേഷം നമുക്കിത് ഹിപ്പ് റൗണ്ടൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് ഹിപ്പ് ലെങ്ത് ഞാനൊരു 20 കേട്ടോ. എല്ലാവർക്കും കോമൺ ആയിട്ട് 20 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് 20ൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ നോക്കാം. അവിടെ എനിക്ക് 10.5 കേട്ടോ വരുന്നത്. ഹിപ്പ് റൗണ്ടും 40 തന്നെയാണ്. അപ്പോൾ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 10 കിട്ടും. 1/2 ഇഞ്ച് ലൂസും കൂടെ കേട്ടോ. അപ്പം അവിടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ വലുതായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇത് ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മാർക്കിങ്ങിലോടാണ് നമ്മളിനി സ്റ്റിച്ചിട്ടെടുക്കാനായിട്ട് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊന്ന് മാർക്കിംഗ് എല്ലാം അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ ഒരു സ്റ്റിച്ച് വേണമെങ്കിൽ ഇട്ടെടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇട്ടെടുക്കാം. ലൂസ് സ്റ്റിച്ചല്ലേ, റെഡിമെയ്ഡിലെല്ലാം ഒരു സ്റ്റിച്ചേ കാണുള്ളൂ. എന്നിട്ട് ഇതുപോലെ അപ്പുറത്തും ഇതുപോലെ ആ അളവുകളെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ചിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ റൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്ലീവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 6 സ്ലീവ് ഓപ്പൺ റൗണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു സ്ലീവിൽ മാർക്ക് ഇട്ടിട്ട് ഇത് 2 സ്ലീവും കൂടെ ഒരേ കണക്ക് ചേർത്ത് വയ്ക്കുക കേട്ടോ. ചേർത്ത് വെച്ചിട്ട് ആ ഒരു സ്ലീവിൻ്റെ അവിടെ മാർക്ക് ചെയ്തില്ലേ, അവിടെ ഇതുപോലെ ഒരു വിരൽ വയ്ക്കുക. വിരൽ വെച്ചിട്ട് മറിച്ച് കൊടുക്കുക കേട്ടോ. ഒരു പീസ് മറിക്കുമ്പോൾ നമുക്ക് താഴത്തെ ഭാഗം കിട്ടും. അപ്പോൾ അവിടെ അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം. കറക്റ്റ് ഒന്ന് നമുക്കെല്ലാം ഡൗട്ട് ക്ലിയർ ചെയ്യാമല്ലോ. അങ്ങനെ അളന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് എനിക്ക് 6 ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വ്യക്തമായിട്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഈ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടത്തേക്ക് ഇത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വളച്ച് കൊണ്ടുവന്ന് മുട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ വളച്ച് കൊണ്ടുവന്ന് മുട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ 2 സ്ലീവിലും ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ കണക്കാണ് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് കാണും ബിഗിനേഴ്സിന്. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഷേപ്പ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ നമ്മൾ വരച്ച അളവിൽ കൂടെ ഒന്ന് ഷേപ്പ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നൈറ്റി ഷേപ്പായി. ഇതുപോലെ തന്നെ ടോപ്പും ഉണ്ട് കേട്ടോ, ഷേപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ലെങ്ത് ഉണ്ട് കേട്ടോ. നമ്മൾ ഫുൾ ലെങ്ത് ഉണ്ടല്ലോ, ചിലപ്പം നമ്മൾ മേടിക്കുന്ന റെഡിമെയ്ഡിന് ലെങ്ത്ത് കൂടുതലായിരിക്കാം. അപ്പോഴത്തേക്ക് ലെങ്ത്ത് കുറയ്ക്കാനും നമുക്ക് നോക്കാം കേട്ടോ. ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പിടിച്ച് കറക്റ്റ് ലെങ്ത്ത് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് 50.5 വേണ്ടുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് 50.5 ഉണ്ട് ഫുൾ ലെങ്ത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതും ലെങ്ത്ത് കുറച്ച് എത്രയാണ് വേണ്ടുന്നത് അത് അടി മടക്കി അടിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടോപ്പും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതും എനിക്ക് ഷേപ്പ് അടിക്കാനുള്ളൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊന്ന് അതിൻ്റെ റോങ് സൈഡ് എടുക്കുക കേട്ടോ. നമ്മളെപ്പോഴും റോങ് സൈഡിലല്ലേ മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ റോങ് സൈഡ് എടുത്തിടുക. എന്നിട്ട് ഷോൾഡർ വെച്ചിട്ട് 2 മടക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ഷോൾഡർ വെച്ച് 2 മടക്കി നല്ല നീറ്റായിട്ട് ഇടുക. ചുളുക്കും കാര്യമൊന്നും ഇല്ലാണ്ട് നോക്കിക്കോണം കേട്ടോ. നമ്മൾ അകഭാഗം എവിടെയെങ്കിലുമൊക്കെ ചുളുങ്ങിയിരിക്കുന്നുണ്ടോ നോക്കിക്കോണം. ഇതേ കണ്ടില്ല, എനിക്ക് 2 ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലും നമ്മൾ ഇതുപോലെ എണ്ണ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ചെസ്റ്റ് റൗണ്ട് 40 കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ 4 മടക്കിയിടുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ 4 തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 10 കിട്ടും. 4 കേട്ടോ ഡിവൈഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ 10 കിട്ടും. 10ൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ലൂസിന് വേണ്ടി 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു കൈക്കുഴി ഉണ്ടല്ലേ, നമ്മളൊരു കൈ സ്ലീവ് ആ ഒരു സ്റ്റിച്ചിട്ട് എടുക്കുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ട്, സ്ലീവ് ജോയിൻ ചെയ്തേക്കുന്ന ആ ഒരു സ്റ്റിച്ച് ഉണ്ട്. അവിടെയാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമുക്കൊന്ന് മാർക്ക് ഇട്ട് കൊടുക്കാം. 10.5 ഇഞ്ച് മാർക്ക് ഇട്ട് കൊടുത്തു. ഇനി ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 14 ഇഞ്ചാണ് കേട്ടോ എനിക്ക് വേസ്റ്റ് റൗണ്ട്. 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി അവിടെ വെച്ചിട്ട് എനിക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് 36 കേട്ടോ.
അപ്പോൾ 36 വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ 40 ഇഞ്ചല്ല കേട്ടോ, അവനാണ് ഞാനൊന്ന് മാറ്റി നോക്കുന്നത്, പക്ഷെ മായുന്നില്ല. സാറില്ല, ചോക്കാണ്ട് പെട്ടെന്ന് മായഞ്ഞ് പോകുന്നതാണ്. പിന്നെ ഇത് നമുക്ക് 36 ആയതുകൊണ്ട് 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 ഇഞ്ച് കൂട്ടി 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് 9.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ? ഇനി നമുക്ക് ഹിപ്പ് റൗണ്ടും കൂടി ഒന്ന് നോക്കാം. അതായത് സ്ലിറ്റിൻ്റെ അവിടെ കേട്ടോ, ഇത് സ്ലിറ്റ് ടോപ്പാണ്. അപ്പോൾ എനിക്ക് സ്ലിറ്റിൻ്റെ അവിടെ വരുന്നത്, അതായത് ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് 43 അത് 44 അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. 44 / 4 ചെയ്യുക. അപ്പോൾ എനിക്ക് 11 ഇട്ടു. അതിനോട് ഒരു 1/2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ ലൂസിന് വേണ്ടി. അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് 11.5 ഇഞ്ച് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ സ്ലിറ്റിൻ്റെ അവിടെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് മാറ്റിയിട്ട് അപ്പുറം സൈഡ് ഇതുപോലെ തന്നെ ഒരു വിരൽ വെച്ച് കൊടുത്താൽ കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് അവിടെ. എന്നിട്ട് ആ ഒരു പീസ് മറിച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യാസമുള്ളിടത്ത് മാത്രം നമ്മളത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സ്ലീവ് ഒന്ന് നോക്കാം കേട്ടോ, സ്ലീവിൻ്റെ ലെങ്ത് ഒന്ന് നോക്കാം. അപ്പോൾ എനിക്ക് 16 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെ എനിക്ക് വരുന്ന സ്ലീവ് ഓപ്പൺ റൗണ്ട് 10.5 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എനിക്ക് 5.4 വരും കേട്ടോ. 10.5 2ആയിട്ടല്ലേ നമ്മൾ കൂട്ടുന്നത്. 10.5 5.4 വരും. അപ്പം 4 ഇഞ്ച് ലൂസ് കൂടെ കൂട്ടി 5.5 വരും കേട്ടോ. അപ്പോൾ ഇത് 2 സ്ലീവിലും 5.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ നോർമൽ സ്ലീവ് ഓപ്പണോടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്കൊന്ന് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ 5.5 നോർമൽ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ 7ഉം ഒരു 4 ഇഞ്ച്, 14 ഇഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് 7 വരുന്ന ഒരു 4 ഇഞ്ച് കൂടെ നമുക്ക് ഈ പോയിൻ്റ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഈ എല്ലാ പോയിന്റിലൂടെ ഒന്ന് സ്റ്റിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് കിട്ടും കേട്ടോ. 2 സ്ലീവിൽ അതെനിക്ക് ചെയ്യണം. അപ്പോൾ ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നൈറ്റി എങ്ങനെ ഷേപ്പ് ചെയ്യുന്നതെന്ന് ചുരിദാർ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.